മനസ്സിനകത്തേക്ക് തിരിഞ്ഞു നോക്കാനുള്ള ശാന്തിയും ആത്മീയതയും തേടാനുള്ള ഒരു സ്ഥലം എവിടെയെങ്കിലും ഉണ്ടാകണമെന്നൊരാഗ്രഹം. ഇങ്ങനെ ഒരു യാത്രയ്ക്കായി ഇടുക്കിയിലെ അറക്കുളം സമീപമുള്ള തുമ്പച്ചി കുരിശുമല നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. മനസ്സിനെ സ്പർശിക്കുന്ന വിശ്വാസാനുഭവങ്ങൾ കൊണ്ട് നിറഞ്ഞൊരു സ്ഥലം. പ്രതിവർഷം വലിയ നൊയിമ്പിന്റെ സമയത്ത് വിശ്വാസികൾ ആയിരക്കണക്കിന് പേർ ഈ മല കയറി ആത്മീയമായ അനുഭവങ്ങൾ തേടുന്നു. 40-ാം വെള്ളി ദിവസമാണ് ഏറ്റവും പ്രത്യേകമായി ജാതി ഭേദമന്യേ ഇവിടെ ആചരിക്കുന്നത്. കുരിശിന്റെ വഴി, വെള്ളിയാഴ്ച പ്രാർത്ഥനകൾ, വിശുദ്ധ കുർബാന എല്ലാം ചേർന്ന ഒരു പ്രാർത്ഥനാനുഭവം. മലയുടെ മുകളിൽ കാട്ടിലേക്കും ആകാശത്തേക്കും ദൃഷ്ടി നീളുമ്പോൾ നമ്മുടെ ഉള്ളിൽ ശാന്തിയും ശക്തിയും നമ്മെ നിറയ്ക്കുന്നു. തുമ്പിച്ചിൽ കയറി നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിന്റെ പക്വതയും ആത്മീയതയുടെ ആഴവും അനുഭവിക്കാൻ കഴിയുന്നു. മലയുടെ മുകളിലേക്ക് നീളുന്ന ഓരോ ചുവടും കുരിശിന്റെ പീഡാനുഭവത്തെ ഓർത്തുള്ള ഒരു പ്രാർത്ഥനയായി മാറുന്നു. മലയാളിയുടെ വിശ്വാസത്തിൽ തുമ്പിച്ചി കുരിശുമല ഒരു ദൈവാനുഭവം കൊണ്ടുള്ള ഒളിച്ചോട്ടമാണ്. മൂന്നാറിലെ തണുപ്പും ഇടുക്കിയിലെ പച്ചപ്പും വിശ്വാസത്തിന്റെ ചൂടും എല്ലാം ചേർന്നിരിക്കുന്ന മനോഹരമായ ഒറ്റയിടം. നാലാം സ്ഥലം എത്തിയപ്പോൾ തന്നെ കുഴഞ്ഞേട്ടാ ഭയങ്കര കയറ്റമാ. നമ്മളിപ്പോൾ 5-ാം സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ ആയപ്പോൾ തന്നെ കഥയ്ക്കാൻ തുടങ്ങി. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പുറത്തുള്ള വ്യൂ അടിപൊളിയാണ് ഗൈസ്. അഞ്ചാം സ്ഥലത്ത് തന്നെ നമ്മുടെ തോമസ് ലീഹ ഒരു പടമാണുള്ളത്. തുമ്പച്ചി കുരിശുമല. ഈ മലയുടെ പ്രത്യേകതകൾ അതിന്റെ ആത്മീയത, പ്രകൃതി ദൃശ്യങ്ങൾ, കാറ്റ്, തണുപ്പ് എന്നിവയിൽ ഉൾക്കൊള്ളുന്നു. അഞ്ചാം സ്ഥലം എത്തിയപ്പോൾ കുറച്ച് ആശ്വാസമായി, ഡ്രസ്സൊക്കെ ഒരു സമാധാനമായി. എന്നാലും ഇത്രയില്ല, തൂക്കണില്ല. ഇനി ഇങ്ങനെ തൂങ്ങണില്ല. അവിടെ വെള്ളം അവിടെ ഉണ്ട്, അവിടെ ഇരിക്കാം. പാവിനേശ്വരി വെള്ളം കുടിക്കുന്ന സ്ഥലം. യേശു പാവിനേശ്വരിയോട് വെള്ളം ചോദിക്കുന്ന ആ സ്ഥലമാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അത് ഉറപ്പായിട്ട് ഇവിടം വരെ എത്തുമ്പോൾ നമ്മൾ അറിയാതെ ഇവിടെ ഇരുന്ന് പോകും ഈ കിണറ്റിൻ്റെ അടുത്ത്. കാരണം അത്രമാത്രം കതച്ചു. ഈ കിണറ്റിൻ്റെ അടുത്ത് നമുക്ക് ഇരിക്കാതെ പോകാൻ വയ്യ. ഡ്രസ്സൊക്കെ അവിടെ തന്നെ ഇരുന്ന് കളഞ്ഞു കേട്ടോ. ഇനി നമുക്ക് 5 മിനിറ്റ് ഇവിടെ നിന്ന് വിശ്രമിച്ചാൽ മാത്രമേ പോകാൻ കഴിയത്തുള്ളൂ. കണ്ടോ, യേശു വളർന്ന ക്ഷീണിതനായിരിക്കുന്നു. ഇവിടെയാണ് വെള്ളം ചോദിച്ചത്. അതിൻ്റെ സിഗ്നിഫിക്കേഷനായിട്ട് ഒരു കുടവും വെച്ചിട്ടുണ്ട്. ഈ കുടം നമുക്ക് കുടത്തിൻ്റെ അടുത്ത് നിന്നുകൊണ്ടാണ് സാധാരണ എല്ലാവരും ഫോട്ടോ എടുക്കാറുണ്ട്, കുടത്തെ പിടിച്ചുകൊണ്ട്. കണ്ട, റിയലി എല്ലാവർക്കും നല്ല ദാഹമായി പോകും കേട്ടോ ഇവിടെ വരുമ്പോൾ. ജലവും ലഘുഭക്ഷണങ്ങളും കൊണ്ടുപോവുക. ദാഹവും ക്ഷീണവും ഒഴിവാക്കാൻ ഇത് നമ്മെ സഹായിക്കും. ടെസ അടുത്തോട്ട് വരുന്നുണ്ട്. അടുത്തത് ഞാൻ മൈക്ക് ടെസയ്ക്ക് കൊടുക്കുവാണേ. ഹായ് ഗൈസ്. ഹായ് ഗൈസ്. ഹായ് ഗൈസ്. ഹായ് ഗൈസ്. എന്നിട്ട് ഞങ്ങള് കേറി ചത്ത്. പക്ഷെ ഇത് നോക്കിയേ, വ്യൂ കണ്ടോ? അടിപൊളി വ്യൂ ആണ്, അടിപൊളി വ്യൂ. പള്ളി കാണിച്ചു കൊടുക്കും. അതാണ് പള്ളി, തുമ്പിച്ചിപ്പള്ളി. ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ വ്യൂസ് ഒന്ന് കാണും ഗൈസ്. അതെ, വരൂ ഗൈസ്. നിങ്ങൾക്കും പറ്റുമെങ്കിൽ ഇങ്ങോട്ടും വരണേ. മമ്മിയുടെ സ്വന്തം മോള് അവളവിടെ കുഴഞ്ഞ് യേശുവിനെ പോലെ അതുപോലെ തന്നെ യേശുവിനെ പോലെ ക്ഷീണിതയായി
അവളും അവിടെ ഇരുന്നു. ഈ ശേഷുവല്ല ക്ഷീണിച്ച് കയറി. യേശു തന്നെ ക്ഷീണിച്ചിട്ട് ഇതേ കിണറ്റിനരികെ ഇരിക്കുകയാണ് കേട്ടോ, ഇച്ചിരി വെള്ളം കുടിക്കാനായിട്ട്. ഓ, നമ്മളങ്ങനെ 7ാം സ്ഥലത്ത് എത്തി കേട്ടോ. മലയുടെ അടിവാരത്ത് നിന്ന് കുരിശിന്റെ വഴിയിലൂടെ കയറിയാണ് ഓരോരുത്തരും കയറുന്നത്. എട്ടാം സ്ഥലമെത്തി. 9ാം സ്ഥലത്തേക്ക് പോവുകയാണേ. അയ്യോ, രസാദേ 10ാം സ്ഥലമെത്തി. മലയുടെ മുകളിലെ കുരിശ് വിശ്വാസത്തിന്റെ പ്രതീകമായി ഉയർന്നു നിൽക്കുന്നു. മലയിലേക്കുള്ള വഴി പ്രകൃതിയുടെ സൗന്ദര്യത്തിൽ സമൃദ്ധമാണ്. പച്ചപ്പും കാറ്റിന്റെ ശബ്ദവും മനസ്സിനെ ശാന്തിയിലേക്ക് നയിക്കുന്നു. മലയിലെ ഓരോ നിലയും ആത്മീയത നിറഞ്ഞതാണ്. കുരിശിന്റെ വഴിയിൽ നടക്കുന്ന പ്രാർത്ഥനകൾ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്നു. താഴോട്ടുള്ള വ്യൂ പറയാൻ പറ്റില്ല കേട്ടാ, അടിപൊളി. അപ്പം ബ്യൂട്ടിഫുൾ, എത്ര മനോഹരമാണെന്നോ. നാട് മുഴുവൻ കാണാം നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. കാത്തു രക്ഷിക്കാൻ യേശു അടുത്തുണ്ട് ഇവിടെ. വരുന്ന യേശുവിനെ ഉണ്ടല്ലോ പരീക്ഷിക്കാൻ വന്ന സാത്താനെ കാണണമെന്ന് കുറേ നാളായിട്ട് ഞാൻ ആലോചിക്കുന്നതായിരുന്നു കേട്ടോ. ഇവിടെ വന്നപ്പോൾ ആ ഒരു സീനും കാണാൻ പറ്റി. യേശുവിനെ ഈ ലോകം മൊത്തം കണ്ടോ, ഇവിടെ നിന്നുകൊണ്ട് യേശുവിനെ ഈ ഭൂലോകം മൊത്തം ഈ സാത്താൻ കാണിച്ചു കൊടുത്തിട്ട് പറയാണ്, ഇത് മുഴുവൻ ഞാൻ നിനക്ക് നൽകാം, നീ എന്ത് ചെയ്യണം, എൻ്റെ മുന്നിൽ നിന്ന് കുമ്പിട്ട് ആരാധിക്കാൻ. കണ്ടോ, ഈ ലോകം മൊത്തം കാണിച്ചു കൊടുത്തുകൊണ്ടാണ് പറയണത്, എൻ്റെ മുന്നിൽ കുമ്പിട്ട് ആരാധിച്ചാൽ നിനക്ക് തരാം എന്ന് പറയുന്ന ഒരു പടമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ യേശു പറയാണ്, സാത്താനെ ദൂരെ പോ, നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് ആജ്ഞാപിക്കുന്ന ഒരു പിക്ചർ. നിന്നാൽ അടിപൊളി സൈറ്റാണ് കേട്ടോ. ഈശോയെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ എല്ലാവരും ഒന്ന് വന്ന് കണ്ടാൽ മാത്രമേ ഇത് മനസ്സിലാകത്തുള്ളൂ. കാരണം ഇത് നമുക്ക് പറഞ്ഞിട്ട് ഒരാളോട് അറിയിക്കേണ്ട ഒന്നല്ല. ഇനി ഇതിൻ്റെ മുകളിൽ കയറാൻ തോന്നുന്നു കേട്ടോ. ഞാനൊന്ന് മുകളിൽ കയറിയിട്ട് കുറച്ചുകൂടെ വ്യക്തമായിട്ട് നിങ്ങളെ കാണിക്കാം. ഈ സ്റ്റെപ്പ് കയറി ഇതിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ സാത്താൻ കാണിച്ചു കൊടുത്തതിൻ്റെ അർത്ഥവ്യാപ്തി മനസ്സിലാവും. അത്ര മനോഹരമാണ്. നോക്കണേ, കണ്ടാ. ഇവിടെ എത്തുന്ന ഓരോ വിശ്വാസിക്കും ആദ്യം കയറ്റത്തിന്റെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുമെങ്കിലും പോകുന്നത് മനസ്സിൽ ശാന്തിയും ആത്മീയ ഉണർവോടുകൂടിയും മാത്രമായിരിക്കുമെന്നുള്ളത് തീർച്ചയാണ്. ഒക്കെ കഴിക്കാൻ സ്ഥലമുണ്ട്. നമുക്ക് സുഖമായിട്ട് കണ്ട് മനോഹരമായിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇടുക്കിയിൽ തന്നെ കുളമാവിലെ തുമ്പിച്ചി എന്ന മല, തുമ്പിച്ചി മല വളരെ മനോഹരമാണ് കേട്ടോ. ഒരു ദിവസമൊക്കെ നമുക്ക് സുഖമായിട്ട് എൻ്റർടൈൻ ചെയ്യാം. അതിനു വേണ്ടി അതിൻ്റെ അകത്തുണ്ട് കാണാൻ. ഇവിടെ നിന്ന് ഗുഹ 14 സ്ഥലം ഉണ്ടല്ലോ, 14 സ്ഥലത്തേക്ക് എത്തിയ. ഈ 14 സ്ഥലം വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ 14 സ്ഥലത്തേക്ക് പോകുന്നത് ഒരു ഗുഹയിലേക്കാണ്. ഉണ്ടോ, ഗുഹയാണേ, അടിപൊളി ഗുഹയാണ് കേട്ടോ. മൂന്ന് നാൾ മത്സ്യത്തിനുള്ളിൽ കഴിഞ്ഞൊരു യൗനാൻ പ്രവാചകൻ പോൽ എന്ന് പറയില്ലേ, അത് തന്നെ ഇത് വേണ്ടാ. 3 നാൾ മത്സ്യത്തിനുള്ളിൽ കഴിഞ്ഞ യൗനാൻ പ്രവാചകൻ്റെ വലിയൊരു പടമാണ്
ഈ 14 സ്ഥലത്തിൻ്റെ ഗുഹയുടെ അടിയിൽ അവർ കൊടുത്തിരിക്കുന്നു. ഉണ്ടോ ഇവിടെ യേശുവിൻ്റെ 14 സ്ഥലം, യേശുവിൻ്റെ ഖബറടക്കം. ഇനി ഇവിടെ നിന്ന് ഒരു വഴി പിറവി ഗുഹ എന്നും പറഞ്ഞിട്ടിട്ടുണ്ട്. നമുക്ക് ആ പിറവി ഗുഹ എന്താണെന്നൊന്ന് നോക്കിയേക്കാം. അതുകൂടെ കാണാം അല്ലേ. അയ്യോ അബ്ബബ്ബബ്ബാ എത്ര മനോഹരമാണെന്നൊക്കെ. ഈ വലിയൊരു പാറയാണ് കേട്ടോ. പാറയുടെ പുറത്താണ് പിറവി ഗുഹ വെച്ചിരിക്കുന്നത്. കണ്ടോ? ഇവിടെ നിന്നാൽ അടിപൊളി സൈറ്റാണ്. എന്താ ഇരിക്കും മൊത്തം നമുക്ക് അടിപൊളിയായിട്ട് കാഴ്ച കാണാം. പിറവി ഗുഹയിൽ നിന്ന് ഇങ്ങോട്ട് പോയാൽ നമുക്ക് കുറച്ച് കാഴ്ചകൾ കൂടെ ഉണ്ട്. അത് കഴിയുമ്പോൾ നമ്മൾ കറക്റ്റ് പള്ളിയുടെ പുറകുവശത്ത് എത്തിച്ചേരും. സാധ്യമായ എളുപ്പമുള്ളമായ വസ്ത്രധാരണങ്ങൾ ധരിക്കുക, ജലവും ലഘുഭക്ഷണങ്ങളും കൊണ്ടുപോവുക, ദാഹവും ക്ഷീണവും ഒഴിവാക്കാൻ ഇത് നമ്മെ സഹായിക്കും. പ്രകൃതിയെ മാനിക്കുക, മാലിന്യം ഒഴിവാക്കി പ്രകൃതിയെ സംരക്ഷിക്കുക. മൂന്നാറിലെ തണുപ്പും ഇടുക്കിയിലെ പച്ചപ്പും വിശ്വാസത്തിന്റെ ചൂടും എല്ലാം ചേർന്നിരിക്കുന്ന മനോഹരമായ ഒറ്റയിടം പച്ചി കുരിശുമല നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. മനസ്സിനെ സ്പർശിക്കുന്ന വിശ്വാസാനുഭവങ്ങൾ കൊണ്ട് നിറഞ്ഞൊരു സ്ഥലം.